ഹലോ, നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് ട്രിഗ്നോമെട്രിനെ കുറിച്ചാണ്. അപ്പോൾ ട്രിഗ്നോമെട്രിയിൽ നമുക്ക് ബേസിക് ആയിട്ട് മൂന്ന് ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ഉണ്ട്. ഒന്ന് സൈൻ, കോസ്, ടാൻ. ഇതിന് ട്രിഗ്നോമെട്രിക് റേഷ്യോസ് എന്നും പറയും, ഇതിന് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് എന്നും പറയും. അപ്പോൾ ഇതിന് റേഷ്യോ എന്ന് പറയാൻ കാര്യം, നമ്മളൊരു ആംഗിൾ എടുക്കുകയാണെങ്കിൽ സൈൻ തീറ്റ എന്ന് പറയുന്ന ഒരു ആംഗിൾ എടുക്കുകയാണെങ്കിൽ അത് നമ്മളൊരു റൈറ്റ് ട്രയാങ്കിളിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം, ഒരു ട്രയാങ്കിൾ അതിൻ്റെ ഒരു ആംഗിൾ 90 ആണ്. അതിനാണ് റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്രയാങ്കിളിന് മൂന്ന് സൈഡ്സ് ഉണ്ട്. ഒന്ന് എ, ബി, സി. അപ്പോൾ ഈ സൈഡ്സിനെ നമുക്ക് സി എന്ന് പറയുന്നത് ഹൈപ്പോട്ന്യൂസ് ആണ്. അത് ഏത് റൈറ്റ് ട്രയാങ്കിളിനും ഏറ്റവും വലിയ സൈഡിനാണ് നമ്മൾ ലോങ്സ്റ്റ് സൈഡിനാണ് നമ്മൾ ഹൈപ്പോട്ന്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ സി നമ്മുടെ ഹൈപ്പോട്ന്യൂസ് ആണ്. ഹൈപ്പോട്ന്യൂസ്. അതുപോലെ ഈ എയും ബിയും ഇതിനെ ലെഗ്സ് ഓഫ് ദ ട്രയാങ്കിൾ എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ ഒരു ആംഗിളിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് അഡ്ജസ്റ്റന്റ് സൈഡ് എന്നും പറയും. എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മളിവിടെ തീറ്റ എന്ന് പറഞ്ഞ ഒരു ആംഗിൾ ഇവിടെ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഇവിടെ നിന്നിട്ട് നമ്മളിപ്പോൾ മേളിലോട്ട് ഓപ്പോസിറ്റ് സൈഡിലോട്ട് നോക്കിയാൽ നമ്മൾ കാണുന്ന സൈഡിനാണ് ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത്. ഇതാണ് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്. അതുപോലെ നമ്മൾ അവിടുന്ന് താഴത്തോട്ട് നോക്കിയാൽ നമ്മൾ കാണുന്ന സൈഡാണ് അഡ്ജസൻറ്റ് സൈഡ്. ഇപ്പോൾ സൈൻ തീറ്റ എന്ന് പറയുന്നത് ഈ ഓപ്പോസിറ്റ് സൈഡിൻ്റെയും ഹൈപ്പോട്ന്യൂസിൻ്റെയും റേഷ്യോ ആണ്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ ട്രിഗ്നോമെട്രിക് റേഷ്യോ എന്നൊരു പേര് വിളിക്കുന്നത്. അതുപോലെ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ് ആണ്. ടാൻ തീറ്റ ശരിക്കും സൈൻ തീറ്റയുടെയും കോസ് തീറ്റയുടെയും റേഷ്യോ ആണ്. എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ന്യൂസ് ആണല്ലോ സൈൻ, ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ന്യൂസ്. ഇപ്പോൾ നമുക്കറിയാം, ഇതിവിടെ രണ്ടിനെയും നമ്മൾ ചെയ്യണത് ഓപ്പോസിറ്റ് സൈഡിലെ ഹൈപ്പോട്ന്യൂസ് വെച്ച് ഡിവൈഡ് ചെയ്യുന്നത്, അഡ്ജസൻറ്റ് സൈഡിലെ ഹൈപ്പോട്ന്യൂസ് വെച്ച് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ മേളിലും താഴത്തും നമ്മൾ സെയിം ഹൈപ്പോട്ന്യൂസ് വെച്ച് ഡിവൈഡ് ചെയ്ത് നമുക്കതിനെ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ് എഴുതാം. അല്ലെങ്കിൽ ഫ്രാക്ഷൻ്റെ മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷനെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യണത് ഉപയോഗിച്ചാലും നമുക്ക് സെയിം റിസൾട്ട് കിട്ടും. ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ന്യൂസ്, ഈ ഡിവിഷൻ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ആക്കിയാൽ ഡിവിഷന് പകരം മൾട്ടിപ്ലിക്കേഷൻ റെസിപ്രോക്കൽ ഓഫ് ഡിനോമിനേറ്റർ. അപ്പോൾ ഹൈപ്പോട്ന്യൂസ് ബൈ അഡ്ജസൻറ്റ് വരും. ഹൈപ്പോട്ന്യൂസ് ബൈ അഡ്ജസൻറ്റ്, ഹൈപ്പോട്ന്യൂസ് ക്യാൻസൽ ആയിട്ട് നമുക്ക് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ന്യൂസ് വരുന്നു. അപ്പോൾ ഈ മൂന്ന് ബേസിക് ട്രിഗ്നോമെട്രിക് റേഷ്യോസിൽ നമ്മൾ ഓർത്ത് വെക്കണം. അതായത് സൈൻ തീറ്റ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ന്യൂസ് ആണെന്നും, കോസ് തീറ്റ അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ന്യൂസ് ആണെന്നും, ടാൻ തീറ്റ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ന്യൂസ് ആണെന്നും. അപ്പോൾ ഈ ട്രയാങ്കിൾ നോക്കുകയാണെങ്കിൽ സൈൻ തീറ്റ ഓപ്പോസിറ്റ് സൈഡ് ബി ആണ്, ബി ഡിവൈഡ് ബൈ സി ആണ്. കോസ് തീറ്റ അഡ്ജസൻറ്റ് എ ഡിവൈഡ് ബൈ സി. ടാൻ തീറ്റ ബി ഡിവൈഡഡ് ബൈ എ. അങ്ങനെയാണ് നമ്മൾ ഈ മൂന്ന് ട്രിഗ്നോമെട്രിക് റേഷ്യോസ് എടുക്കണം. അതുപോലെ ഇതിന് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻ എന്നും പറയും. എന്ന് വെച്ചാൽ അതിൻ്റെ കാരണം എന്താ പറഞ്ഞാൽ, ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ഇൻപുട്ട് എടുക്കണ ഒരു മെഷീൻ എന്തെങ്കിലും ഇതായിട്ട് കണക്കാക്കാം. ഒരു ഇൻപുട്ട് എടുക്കും, എന്നിട്ട് അത് നമുക്ക് ഒരു ഔട്ട്പുട്ട് തരും. അപ്പോൾ ഈ ഫംഗ്ഷൻ പലതരത്തിലെ ഫംഗ്ഷനാണ്. അപ്പോൾ ഇവിടെ സൈൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഫംഗ്ഷനാണ്. സൈൻ ഇൻപുട്ട് എടുക്കുന്നത് ആംഗിളാണ് തീറ്റ. എന്നിട്ട്
അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ ഔട്ട്പുട്ട് ആയിട്ട് തരും. ഫോർ എക്സാമ്പിൾ സൈൻ 30 എന്ന് പറയുമ്പോൾ നമ്മൾ 30 എന്ന് പറഞ്ഞ ആംഗിൾ 30 ഡിഗ്രീസ് ഇൻപുട്ട് ആയിട്ട് കൊടുത്താൽ ഈ സൈൻ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ അതിൻ്റെ കറസ്പോണ്ടിങ് റേഷ്യോയുടെ വാല്യൂ 1/2 ഔട്ട്പുട്ട് ആയിട്ട് വരും. അപ്പം അതുകൊണ്ടാണ് നമ്മൾ അതിനെ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഈ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസിൻ്റെ കുറച്ച് സ്റ്റാൻഡേർഡ് ആംഗിൾസിൻ്റെ വാല്യൂസ് നമ്മൾ കാണാതെ പഠിക്കണം. അപ്പം അത് ഈ ടേബിളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ വാല്യൂസ്. അതുപോലെ സൈൻ്റെ റെസിപ്രോക്കലാണ് കൊസീക് തീറ്റ എന്ന് പറയുന്നത്. കൊസീക് തീറ്റ അത് സൈൻ്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ കൊസീക് തീറ്റ എന്ന് പറഞ്ഞാൽ 1/sin തീറ്റയാണ്. അതുപോലെ സീക് തീറ്റ 1/cos തീറ്റയാണ്. അതുപോലെ കോട്ട് തീറ്റ 1/tan തീറ്റ. 1/sin തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റയുടെ റെസിപ്രോക്കൽ. അപ്പോൾ ഈ ഫോർമുല നമ്മൾ എഴുതുമ്പോൾ സൈൻ തീറ്റ b/c ആണെങ്കിൽ കൊസീക് തീറ്റ c/b ആവും. അതുപോലെ കോസ് തീറ്റ a/c ആണെങ്കിൽ സീക് തീറ്റ c/a ആവും. ഇവിടെ തലതിരിച്ചിടും, അത്രേ ഉള്ളൂ. അതാണ് റെസിപ്രോക്കൽ എന്ന് പറയുന്നത്. കോട്ട് തീറ്റ എന്ന് പറയുമ്പോൾ a/b ആണ്. അപ്പം അങ്ങനെ സൈനും കോസും ടാനും നമുക്കറിയാമെങ്കിൽ നമുക്ക് ബാക്കി റേഷ്യോസ് തലതിരിച്ചിട്ടാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് വാല്യൂസ് ആണ് നമുക്കിവിടെ ഓർത്ത് വെക്കാനുള്ളത്. അപ്പം അതിൻ്റെ അകത്ത് 5 ആംഗിൾസ് ഉണ്ട്: 0, 30, 45, 60, 90. അപ്പോൾ ഈ ഫസ്റ്റ് റോ ഓർത്ത് വെക്കാമെങ്കിൽ ബാക്കി എല്ലാ റോസും നമുക്ക് ഈ ഫസ്റ്റ് റോ എന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ സൈൻ 0, 0, സൈൻ 30 1/2. ഇത് ശരിക്കും 1/√2 എന്ന് ഓർത്ത് വെക്കാനാണ് നല്ലത്. ഓക്കെ, സൈൻ 45 1/2, ഇത് പകരം 1/√2 ആണ്. സൈൻ 45 1/2, സൈൻ 60 √3/2, സൈൻ 91. ഈ വാല്യൂസ് ഓർത്ത് വെച്ചാൽ ഇനി ബാക്കി കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. കോസിൻ്റെ ആംഗിൾസിൻ്റെ വാല്യൂസ് കിട്ടണമെങ്കിൽ ഈ സൈനിൻ്റെ റോയിൻ്റെ റിവേഴ്സ് എടുത്താൽ മതി. കാരണം ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയാൽ മതി. കോസ് 0 ഇവിടുത്തെ 1 ആയിരിക്കും. കോസ് 30 റിവേഴ്സ് വരുമ്പോൾ √3/2. കോസ് 45 1/√2, കോസ് 30 1/2, കോസ് 90 0. ടാൻ കണ്ടുപിടിക്കണമെങ്കിൽ ഈ രണ്ട് റോസ് ഡിവൈഡ് ചെയ്താൽ മതി. 0 ÷ 1 0, ടാൻ 0. ടാൻ 30 ഇത് രണ്ടും ഡിവൈഡ് ചെയ്താൽ നമുക്ക് ടാൻ 30 കിട്ടും. അത് ഫ്രാക്ഷൻ ഡിവൈഡ് ചെയ്യണമെന്ന് ഇവിടെ സ്ഥലത്ത് ഞാൻ കാണിക്കാം. അപ്പോൾ 1/2 ÷ √3/2 ചെയ്യണമെങ്കിൽ ഇത് ഈ ഫ്രാക്ഷൻ ഡിവൈഡഡ് ബൈ ഈ ഫ്രാക്ഷൻ, രണ്ട് ഫ്രാക്ഷൻസ് എങ്ങനെ ഡിവൈഡ് ചെയ്യണമെന്നാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ 1/2 √3/2 വെച്ച് ഡിവൈഡ് ചെയ്യുന്നത് അത് സെയിം ആസ് മൾട്ടിപ്ലൈയിങ് 1/2 ഡിവിഷന് പകരം മൾട്ടിപ്ലൈയിങ് ഡിനോമിനേറ്ററിൻ്റെ റെസിപ്രോക്കൽ വെച്ച് മൾട്ടിപ്ലൈയുടെ ഇക്വാലൻ്റ് ആണ്. അപ്പോൾ 2/√3. അപ്പം 2 × വെട്ടിപ്പെട്ട് നമുക്ക് 1/√3. അങ്ങനെയാണ് നമുക്ക് ഇവിടെ. ഇതുപോലെ ഇതും √3/3 ഇതുവരെ 1/√3 ആണ്. രണ്ടും സെയിം ആണ്. ഓക്കെ, അതുപോലെ ഇത് 1/√2 ÷ 1/√2 എന്ന് പറഞ്ഞാൽ 1 ആണ്. √3/2 ÷ 1/2 അത് നമുക്ക് ഇവിടെ ഇതുപോലെ ചെയ്ത് നോക്കാം. അപ്പം √3/2 ÷ 1/2 എന്ന് പറയുമ്പോൾ സെയിം ആസ് ഡൂയിങ് 1/3. √3/2 ഈ ഡിവിഷന് പകരം ഇൻറ്റു ഇതിൻ്റെ റെസിപ്രോക്കൽ 2/1. അപ്പോൾ 2 വെട്ടിപ്പോയിട്ട് നമുക്ക് √3. അങ്ങനെയാണ് നമ്മൾക്ക് ഈ വാല്യൂ കിട്ടുന്നത്. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അത് ഇപ്പോൾ കൊസീക് കണ്ടുപിടിക്കണമെങ്കിൽ സൈൻ്റെ റെസിപ്രോക്കൽ എടുത്തത് ഫസ്റ്റ് 1/0 ഉണ്ട്, അത് നോട്ട് ഡിഫൈൻഡ് ആണ് ഈ കോളം. പിന്നെ ഇത് 1/2 ആണ്. അപ്പോൾ കൊസീക് തീറ്റ അതിൻ്റെ റെസിപ്രോക്കൽ ആയിരിക്കും 2. ഇത് 1/√2 ആണ്. അപ്പോൾ ഇത് √2 ആയിരിക്കും അതിൻ്റെ റെസിപ്രോക്കൽ. സൈൻ 60 √3/2 ആണെങ്കിൽ കൊസീക് 60 ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി 2/√3 ആയിരിക്കും. 1ൻ്റെ റെസിപ്രോക്കൽ 1 തന്നെയാണ്. അതുപോലെ നമുക്ക് സീക്കും
എല്ലാം കണ്ടുപിടിക്കും. ഇപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ വാല്യൂസ് നമുക്ക് ഇങ്ങനെ ഇട്ടാൽ മതി. ഇപ്പോൾ C30 എന്ന് പറഞ്ഞാൽ cos 30യുടെ റെസിപ്രോക്കലാണ്. അപ്പോൾ അതിന് 2/√3 വരാം. അതുപോലെ cot 60 ടാൻ്റെ റെസിപ്രോക്കൽ. അപ്പോൾ tan 60 എത്രയാണ്? √3. അതിൻ്റെ റെസിപ്രോക്കൽ പറഞ്ഞാൽ 1/√3. അപ്പം അങ്ങനെയാണ് നമുക്ക് ഈ വാല്യൂസ് നമ്മൾ ഓർത്ത് വെക്കാനുള്ളത്. അപ്പോൾ ആ വാല്യൂസിനെ ഒന്നും കൂടി ഇവിടെ എഴുതി കഴിഞ്ഞാൽ 0 അറിയണം, 30 അറിയണം, 45 അറിയണം, 60 അറിയണം, 90 അറിയണം. നമുക്ക് ആവശ്യമില്ല. നോട്ട് ഡിഫൈൻഡ് ഞാനിപ്പോൾ എഴുതുന്നില്ല, അത് നമുക്ക് ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് sin 0 0, sin 30 1/2, sin 45 1/√2, sin 60 √3/2, sin 90 1. ഇനി കോസ് വേണമെങ്കിൽ നമ്മൾ തിരിച്ച് അവിടുന്ന് റൈറ്റ് ചെയ്ത് ലെഫ്റ്റിലോട്ട് പോകും. cos 0 1, cos 60 √3/2, cos 45 1/√2, cos 30 1/2, cos 0 അല്ല cos 90 0. ഇനി ടാൻ അടുത്തത്. ടാൻ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് സൈനും കോസും ഡിവൈഡ് ചെയ്താൽ മതി. സൈനും കോസും ഓക്കെ. ടാൻ കണ്ടുപിടിക്കണമെങ്കിൽ സൈനും കോസും ഡിവൈഡ് ചെയ്യും. 0 ഡിവൈഡഡ് ബൈ 1 0, 1/2 ഡിവൈഡഡ് ബൈ √3/2 നമ്മൾ നേരത്തെ കണ്ട് 1/√3. tan 45 1/√2 divided by 1/√2 1. tan 60 √3/2 divided by 1/2 അത് √3 ആണ്. അടുത്തത് നോട്ട് ഡിഫൈൻഡ് ആണ്, അടുത്തത് ഞാൻ എഴുതുന്നില്ല. ഇനി റെസിപ്രോക്കൽ. ഇപ്പോൾ സൈനിൻ്റെ റെസിപ്രോക്കലാണ് ഒരു കൊസീക്ക്. 0 തുടങ്ങി 1/0, അത് നോട്ട് ഡിഫൈൻഡ് ആണ്. അതുപോലെ cosec 30 1/2 reciprocal 2. cosec 60 1/√2 reciprocal √2. cosec 60 √3/2 reciprocal 2/√3. പിന്നെ cosec 90 sin 1 reciprocal 1 തന്നെയാണ്. നമ്മൾ അവിടെ 1 വരും. അതുപോലെ ബാക്കിയുള്ള സീക്കും കോട്ടും നമുക്ക് ഇതുപോലെ എഴുതാൻ പറ്റും. സീക്ക് എന്ന് പറഞ്ഞാൽ കോസിൻ്റെ റെസിപ്രോക്കൽ. 1 റെസിപ്രോക്കൽ 1, √3/2 reciprocal 2/√3 cos 1/√2 reciprocal √2, 1/2 reciprocal 2. പിന്നെ കോട്ട് എന്ന് പറഞ്ഞാൽ ടാനിൻ്റെ റെസിപ്രോക്കലാണ്. അത് 1/0 നോട്ട് ഡിഫൈൻഡ് ആണ്. ഇത് 1/√3 റെസിപ്രോക്കൽ √3 വരും. 1/1 റെസിപ്രോക്കൽ 1 തന്നെ. √3 റെസിപ്രോക്കൽ 1/√3, 1 റെസിപ്രോക്കൽ 1. അപ്പോൾ നമുക്കിങ്ങനെ ഫസ്റ്റ് റോ അറിയാമെങ്കിൽ ബാക്കി എല്ലാ റോസും കണ്ടുപിടിക്കാം. അടുത്ത വീഡിയോയിൽ നമുക്ക് വേറെ കുറച്ച് പ്രോബ്ലംസ് ഇത് ഉപയോഗിച്ച് ചെയ്യുന്നത് നോക്കാം.